വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവിശ്വംശയുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 14, 43 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. യൂദാസ് ഒറ്റിക്കൊടുക്കുന്നു. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ 12 പേരിൽ ഒരുവനായ യൂദാസ് അവിടെ എത്തി. അവനോടുകൂടെ പ്രധാന പുരോഹിതന്മാരുടെയും നിയമജ്ഞരുടെയും ജനപ്രമാണികളുടെയും അടുത്തുനിന്ന് വാളും വടിയുമായി ഒരു ജനക്കൂട്ടവും വന്നിരുന്നു. ഒറ്റുകാരൻ അവർക്ക് ഒരടയാളം നൽകിയിരുന്നു. ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവൻ തന്നെ. അവനെ പിടിച്ച് സുരക്ഷിതമായി കൊണ്ടുപോയിക്കൊള്ളുക. അവൻ യേശുവിനെ സമീപിച്ച് ഗുരു എന്ന് വിളിച്ചുകൊണ്ട് അവനെ ഗാഢമായി. അപ്പോൾ അവർ അവനെ പിടിച്ച് ബന്ധിച്ചു. സമീപത്ത് നിന്നിരുന്ന ഒരുവൻ വാളൂരി പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടി അവന്റെ ചെവി ഛേദിച്ചു കളഞ്ഞു. യേശു അവരോട് പറഞ്ഞു, കവർച്ചക്കാരനെതിരെ എന്നതുപോലെ വാളും വടിയുമായി എന്നെ ബന്ധിക്കാൻ നിങ്ങൾ വന്നിരിക്കുന്നുവോ? ഞാൻ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ എന്നെ പിടിച്ചില്ല. എന്നാൽ വിശുദ്ധ ലിഖിതങ്ങൾ പൂർത്തിയാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. എന്നാൽ ഒരു യുവാവ് അവനെ അനുഗമിച്ചു. അവൻ ഒരു പുതപ്പ് മാത്രമേ തന്റെ ശരീരത്തിൽ ചുറ്റിയിരുന്നുള്ളൂ. അവർ അവനെ പിടിച്ചു. അവൻ പുതപ്പ് ഉപേക്ഷിച്ച് നഗ്നനായി ഓടിപ്പോയി. സഹനത്തിനായി സ്വയം വിട്ടുകൊടുക്കുന്നതിന്റെ ദൈവശാസ്ത്രം. മനുഷ്യ ജീവിതത്തിൽ ആലിംഗനത്തെയും ചുംബനത്തെയും സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഭാഷയായിട്ടാണ് സാധാരണ മനുഷ്യർ കരുതി പോരുന്നത്. എന്നാൽ യൂദാസ് ആലിംഗനത്തിനും ചുംബനത്തിനും പുതിയൊരു ഭാഷ്യം നൽകുകയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ. ആലിംഗനം, ചുംബനം എന്ന് വെച്ചാൽ ഒറ്റിക്കൊടുക്കൽ എന്നാണ് ആ പുതിയ ഭാഷ്യം. ഈ ഭാഷ്യ അവതരണത്തിന്റെ ചിത്രമാണ് ഇന്നത്തെ സുവിശേഷം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗെത്സമേൻ തോട്ടത്തിൽ വെച്ച് യേശു എത്തിച്ചേർന്ന ശക്തമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്റെ പിതാവിന്റെ ഇഷ്ടം ആണ് നിറവേറേണ്ടത്. അത് നിറവേറ്റുക എന്നാണ് പുത്രനായ തന്റെ ജീവിത ദൗത്യമായിട്ട് നിലകൊള്ളേണ്ടത്. അതിന് താൻ തയ്യാറാണ് എന്ന ഉറച്ച തീരുമാനം എത്തിച്ചേർന്നതിന് ശേഷം ശിഷ്യന്മാരോട് ഒത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കെ ശിഷ്യന്മാരിൽ ഒരുവനായിട്ടുള്ള യൂദാസ്, തലേ ദിവസം ഒടുക്കത്തെ അത്താഴ വിരുന്നിലെ ഭക്ഷണത്തിന് ശേഷം ഇറങ്ങിപ്പോന്ന യൂദാസ്, മുൻകൂട്ടിയുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്പം സാമ്പത്തിക ലാഭം മുന്നിൽ കണ്ടുകൊണ്ട് ആസൂത്രിതമായി കൊട്ടേഷൻ സംഘത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് യേശുവിനെ സമീപിക്കുന്ന രംഗമാണ് നാം സുവിശേഷത്തിൽ കാണുന്നത്. യേശു ആ രംഗം മുമ്പേ മനസ്സിൽ കരുതിയിരുന്നു. എല്ലാ സജ്ജീകരണങ്ങളോടും ഒരുക്കത്തോടും കൂടി എത്തിച്ചേർന്നിരിക്കുന്ന ആ കൊട്ടേഷൻ സംഘത്തിന്റെ മുമ്പിൽ ഒട്ടും പതറാതെ സ്ഥിതപ്രജ്ഞനായിട്ട് യേശു അവരോട് സംസാരിക്കുകയാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ പരസ്യമായിട്ടാണ് നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചിരുന്നത്. അന്ന് പലപ്പോഴും എന്നെ ബന്ധിക്കാൻ നിങ്ങൾ ശ്രമിച്ചിരുന്നു. പക്ഷേ അന്നൊന്നും എന്നെ ബന്ധിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. ഇന്നിതാ സർവസന്നാഹത്തോടു കൂടി നിങ്ങൾ ഒരു കവർച്ചക്കാരനെ എന്ന വിധത്തിൽ എന്നെ ബന്ധിക്കാനായിട്ട് എത്തിയിരിക്കുന്നു. എത്ര സന്നാഹങ്ങൾ നിങ്ങൾ കൂട്ടിയാലും ഞാൻ മനസ്സ് വെക്കുന്നില്ലെങ്കിൽ ഇന്നും നിങ്ങൾക്ക് എന്നെ ബന്ധിക്കാനാകുകയില്ല. ഈ പറഞ്ഞതിന്റെ നാടകീയമായിട്ടുള്ള അവതരണം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് നമുക്ക് വായിക്കാവുന്നതാണ്. തുടർന്ന് യേശു പറയുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സ് വെച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതാ ഞാൻ
നിങ്ങൾക്ക് എന്നെ പിടിക്കാം, നിങ്ങൾക്ക് എന്നെ ബന്ധിക്കാം, എന്തു വേണമെങ്കിലും ചെയ്യാം. മനുഷ്യരക്ഷയുടെ നിദാനമായി തീരേണ്ട ഈ സ്വയം വിട്ടുകൊടുക്കലിന്റെ ദൈവശാസ്ത്രത്തിന്റെ രഹസ്യങ്ങളിലേക്കാണ് നാം ഊളയിട്ട് ഇറങ്ങിയേണ്ടത്. അവിടെയാണ് മുത്തുകൾ നാം കണ്ടെത്തേണ്ടത്. യേശു അങ്ങനെ തന്നെ അവർക്കായിട്ട് വിട്ടുകൊടുക്കുകയാണ്. പിന്നീടുള്ള തന്റെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് വന്ന യാതനകളുടെ നീണ്ട മണിക്കൂറുകളാണ് മനുഷ്യരക്ഷയുടെ മുതൽക്കൂട്ട് ആയിത്തീരുന്നത് എന്നുള്ളതാണ് സത്യം. സഹനത്തെ തള്ളിപ്പറയാൻ ഇഷ്ടപ്പെടുന്ന സാധാരണ മനുഷ്യൻ സഹനത്തിനു വേണ്ടി, പീഡനങ്ങൾക്ക് വേണ്ടി സ്വയം വിട്ടുകൊടുക്കുന്നതിന്റെ ദൈവശാസ്ത്രത്തിന്റെ പൊരുളാണ് നാം ഗ്രഹിച്ചെടുക്കേണ്ടത്.